ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഭൂതകാലാണ്. ഭൂതകാലിന് എത്ര ഡിവിഷൻസ് ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എത്രയുണ്ട്? 6 ഡിവിഷൻസ് ഉണ്ട്. 6 ഡിവിഷൻസ് ഓരോന്ന് വീതം നമ്മൾ ഓരോ ക്ലാസ്സിൽ നോക്കാൻ പോവുകയാണ്. നമ്മൾ എന്ത് കഴിഞ്ഞു? വർത്തമാൻകാലിൻ്റെ ഡിവിഷൻസ് എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞു. വർത്തമാൻകാലിൽ സാമാന്യ വർത്തമാൻകാലുണ്ട്, താൽക്കാലിക വർത്തമാൻകാലുണ്ട്, സന്ദിഗ്ധ വർത്തമാൻകാലുണ്ട്. അത് ആ ഒരു പ്രസന്റ് ടെൻസിന്റെ ആ ഒരു പോർഷൻ നമ്മൾ തീർത്തു കഴിഞ്ഞിരുന്നു. ഇപ്പൊ നമ്മൾ പാസ്റ്റ് ടെൻസ് തുടങ്ങുകയാണ്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ പാസ്റ്റ് ടെൻസിന്റെ ആദ്യത്തെ ഡിവിഷനായ സാമാന്യ ഭൂതകാലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ സാമാന്യ ഭൂതകാൽ എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെയാണ്. ഇനി ആദ്യത്തെ ഒരു 4 സെറ്റ് ഭൂതകാൽ നിങ്ങൾ നോക്കിക്കുക. അതായത് സാമാന്യ ഭൂതകാൽ, ആസന്ന ഭൂതകാൽ, പൂർണ്ണ ഭൂതകാൽ, സന്ദിഗ്ധ ഭൂതകാൽ. ഈ 4 ഭൂതകാലങ്ങളിൽ മാത്രമേ സകർമ്മക്രിയ വരുമ്പോൾ കർത്താവിനോടുകൂടി നേ ചേർക്കേണ്ടതുള്ളൂ. എന്താ ഇപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഈ 4 എണ്ണത്തിൽ മാത്രമേ സകർമ്മക ക്രിയ വരുമ്പോൾ എന്ത് ചെയ്യണം? സകർമ്മക ക്രിയ വരുമ്പോൾ എന്ത് ചെയ്യണം? കർത്താവിനോടുകൂടി, അതായത് സബ്ജക്റ്റ് അല്ലെങ്കിൽ കർത്താവിനോടുകൂടെ നേ ചേർക്കുകയുള്ളൂ. മനസ്സിലായോ? അതിനു മുമ്പ് എന്താണ് സകർമ്മക ക്രിയ? സകർമ്മക ക്രിയ വരുമ്പോൾ കർത്താവിനോട് കൂടി നേ ചേർക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലായി. അതെ, കർത്താവിനോട് കൂടി നേ ചേർക്കണമെങ്കിൽ അതിൻ്റെ ക്രിയ സകർമ്മകമാണ്. എന്താ സകർമ്മകം? നമ്മൾ ഓൾറെഡി ക്രിയ എന്നൊരു ക്രിയയല്ല, നമ്മൾ ഇത് പഠിച്ചിരുന്നല്ലോ, നമ്മൾ പ്രത്യയ, സർവനാമം, ഇതൊക്കെ പഠിച്ച ക്ലാസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമായിരിക്കും. ആ ഒരു ക്ലാസ്സിൽ നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു ആദ്യത്തെ പ്രത്യയമായ നേ എവിടെയൊക്കെ ചേർക്കാൻ സാധിക്കുന്ന. അന്ന് നമ്മൾ അകർമ്മക ക്രിയ എന്താണെന്നും സകർമ്മക ക്രിയ എന്താണെന്നും പറഞ്ഞായിരുന്നു അന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. അത് എത്രാമത്തെ പാർട്ടാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. കാണാത്തവരത് കാണുന്നത് ഒന്നുകൂടെ നല്ലതായിരിക്കും. അല്ലാത്തവർക്ക്, ഇപ്പൊ കണ്ടിട്ടില്ലാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒന്നും കൂടി എന്താണ് സകർമ്മക ക്രിയ, അകർമ്മക ക്രിയ എന്ന് പറയാം. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് അകർമ്മക ക്രിയ എന്നൊന്ന് പറഞ്ഞു പോവാം. അകർമ്മക ക്രിയ എന്താണ്? അതെന്താണ്? ക്രിയയുടെ ഫലം കർത്താവിൽ തന്നെ ഒതുങ്ങുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞ, ഇപ്പം നമ്മളൊരു സെന്റൻസ് എഴുതുമ്പോൾ കർത്താവ്, കർമ്മം, ക്രിയ, ഇതെന്താന്ന് ഒരു സംശയം തോന്നിയേക്കാം. അതായത് നമ്മുടെ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ്, ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ശരിക്കും ഇംഗ്ലീഷുമായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല നമ്മൾ ഹിന്ദി പഠിപ്പിക്കേണ്ടത്. കാരണം രണ്ട് എക്സ്ട്രീമിലുള്ള 2 സാധനങ്ങളാണ്. കാരണം അതിൻ്റെ നമ്മളിപ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നല്ലേ നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കാം. ഹിന്ദിയിലും മലയാളത്തിലൊന്നും അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ, എക്സാമ്പിളായിട്ട് ഇപ്പോൾ എന്തോ ഒരു വാക്ക് വേണമല്ലോ. രാജീവ് പഠിക്കുകയെന്ന് കരുതിക്കോ. രാജീവ് പഠിക്കുന്നു. എന്ത് പഠിക്കുന്നു എന്നും കൂടെ വേണം. ഓക്കെ, എന്താ പഠിക്കണ്ടേ? ഹിന്ദി തന്നെ ആവട്ടെ. ഹിന്ദി പഠിക്കുന്നു. ഇത് ഹിന്ദിയിലേക്ക് ആക്കിക്കേ. രാജീവിന് രാജീവ് തന്നെ, ഹിന്ദിക്ക് ഹിന്ദി എഴുതുന്നു. പഠിക്കുന്നു എന്നുള്ളതിനോ പഠ്താഹേ, ആൺകുട്ടി ആയതുകൊണ്ട് താഹേ. ഓക്കെ ആണോ? ഇനി ഇതൊന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കിക്കേ. രാജി സ്റ്റഡിങ്, പഠിച്ചുകൊണ്ടിരിക്കട്ടെ, സ്റ്റഡിങ് ഹിന്ദി. ഇവിടെ കണ്ടോ ഇതെങ്ങനെയാ? ഹിന്ദി എവിടെ പോയി? ഇംഗ്ലീഷിലെ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നാണ്. ഇത് നമ്മൾ ചെറുപ്പം തൊട്ട് നമ്മൾ പഠിക്കുന്ന സാധനമാണ്. പക്ഷേ നമ്മുടെ ഹിന്ദിയിൽ എന്തങ്ങനെയല്ല. കർമ്മം, കർത്താവ്, കർമ്മം, ക്രിയ. അതായത് കർത്താവ് എന്ന് പറയുന്ന സബ്ജക്റ്റ്, പിന്നെ അടുത്തത് കർമ്മമായ ഹിന്ദി, ക്രിയയായ പഠിത്താം. ഇങ്ങനെയാണ് വരിക. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താണ് അകർമ്മക ക്രിയ? തിരിച്ചു തരണേ. എന്താണ് അകർമ്മക ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവിടെ എന്തില്ല? കർമ്മം ഇല്ല. കർമ്മം ഇല്ല. കർമ്മം ഇല്ലാതെ എങ്ങനെ നമുക്ക് എഴുതാം? രാജീവ് പഠ്താഹെ. രാജീവ് പഠിക്കുന്നു. ഹിന്ദി എന്ന കർമ്മം വേണ്ട. എന്ത് കർമ്മമോ ചെയ്യുന്നേ വേണ്ട. ഹിന്ദി എന്നുള്ള സംഭവം വേണ്ട. അതിനെ ഒഴിവാക്കി രാജീവ് പഠിക്കുന്നു എന്നാക്കി എന്തായി? അത് അകർമ്മക ക്രിയയായി. ഇനി എന്താ സകർമ്മക ക്രിയ? എന്താണ് സമകർമ്മക ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ട്? എല്ലാം ഉണ്ട്. മൂന്നും ഉണ്ട്. കർത്താവുണ്ട്, കർമ്മമുണ്ട്, ക്രിയയുണ്ട്. അതായത് എന്താ? രാജീവ് ഹിന്ദി പഠ്താഹെ എന്ന് എഴുതിയാൽ അത് എന്തായി? എന്തെന്തായി? സകർമ്മക ക്രിയ. അപ്പൊ അകർമ്മക ക്രിയ സകർമ്മക ക്രിയ പഠിച്ചല്ലോ അല്ലേ? സോ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സകർമ്മക ക്രിയ വരുമ്പോൾ, അതായത് കർത്താവ് കർമ്മം ക്രിയ വരുമ്പോൾ അവനോട് കൂടെ നെ ചേർക്കണം. അപ്പൊ എന്താ ഇവിടെ? ഇതിപ്പോ സകർമ്മക ക്രിയ ആണെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ ആഡ് ചെയ്യും? രാജി നെ ഹിന്ദി പഠ്താഹെ. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ് അത്. അപ്പോൾ ആദ്യത്തെ 4 എണ്ണത്തിൽ ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് വെക്കണം. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കേസായിട്ടോ. ആദ്യത്തെ 4 എണ്ണത്തിലുണ്ട്. സാമാന്യ ഭൂതകാലത്തിലുണ്ട്, ആസന്ന ഭൂതകാലത്തിലുണ്ട്, പൂർണ്ണ ഭൂതകാലത്തിലുണ്ട്, സംദിഗ്ധ ഭൂതകാലത്തിലും അങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ സാമാന്യ ഭൂതകാലത്തിലേക്ക് മാത്രം നമുക്ക് കടക്കാം. സാമാന്യ ഭൂതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തി ഭൂതകാലത്തിൽ നടന്നു, എന്നാൽ എപ്പോൾ നടന്നു എന്ന് വ്യക്തമായ സൂചന നൽകാത്ത ക്രിയാരൂപം. അതായത് നടന്നു, ഭൂതകാലത്തിൽ നടന്നു, എന്നാൽ എപ്പോൾ നടന്നു എന്നുള്ളത് വ്യക്തമായൊരു സൂചന തരാത്ത ക്രിയാരൂപമാണ് എന്ത്? സാമാന്യ ഭൂതകാലം. അതായത് സിമ്പിളായിട്ട് പറയാം, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ ആണല്ലോ? ഇതിന് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആക്കാൻ ഏകദേശം ഒരു 4 ഒരു റൂളുണ്ട്. 4 സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. 4 സെറ്റ് ഓഫ് റൂൾസ്. അപ്പോൾ നമുക്ക് അതിൽ ഒന്നാമത്തെ റൂളിലേക്ക് കിടക്കാം. ആയിൽ വേണ്ട, നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ വെറും ആയിൽ തുടങ്ങാം. ഓക്കെ ആണല്ലോ? ആയി അവസാനിക്കുന്ന ക്രിയയെ ആക്കുന്നു. അപ്പം എന്തായി? പാസ്റ്റായി. അതായത് ഉഡ് എന്നതിനെ നമ്മൾ ഉഡ എന്നാക്കിയാൽ അതെന്തായി? പാസ്റ്റായി. ഇതിൻ്റെ അർത്ഥം എന്താ? എഴുന്നേൽക്കുക, എഴുന്നേറ്റു. ഉഡ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റു. അടുത്തത് ചൽ എന്നതിനെ ചല എന്നാക്കിയാൽ നടന്നു എന്ന് കിട്ടും. ഇനി ബൈറ്റിനെ ബൈട്ട എന്നാക്കിയാൽ എന്താ കിട്ടും? ഇരുന്നു എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് പടിനെ പട എന്നാക്കിയാൽ എന്താ കിട്ടും? പഠിച്ചു എന്നത് കിട്ടും. അടുത്തത് പക്ഷേ വേറൊരു കേസുണ്ട്. ബട്ട് കർ എന്നതിനെ പാസ്റ്റ് ടെൻസ് കിയാണ്. ഇത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണേ. കർ എന്നതിൻ്റെ കിയ എന്നാണ്. ചെയ്തു എന്നതിൻ്റെയാണ്. കിയ എന്ന് പറഞ്ഞാൽ ചെയ്തു. സോ ആദ്യത്തെ ഒരു സെറ്റ് റൂൾ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ആ എന്ന ഇപ്പോൾ ഉഡ്, ചല്, ബൈറ്റ്, പട് ഇതിലൊക്കെ വെറും ആ ചിഹ്നമാണ്. ആ എന്ന ചിഹ്നമാക്കാൻ ഒരു വരയും കൂടി കൊടുത്താൽ മതിയല്ലോ. ആ വരയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി? പാസ്റ്റ് ടെൻസ് ആയി. ഇനി അടുത്തത് ആ എന്ന ചിഹ്നത്തിൽ വരുന്നതാണെങ്കിൽ അതിലും ഓ എന്ന ചിഹ്നം അവസാനം വന്നാലും അവസാനിക്കുന്ന ക്രിയയോടുകൂടി ഇങ്ങനെയല്ല കേട്ടോ, യാ ചേർക്കണം. അപ്പം എങ്ങനെ വരും? ഒരു എക്സാമ്പിൾ നോക്കാം. ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വരിക, ആയ, വന്നു. അടുത്തത് ലായ. ഇതെന്താ സംഭവം? എന്താ?
കൊണ്ടുവന്നു. വെറുതെ വന്നുമല്ല, കൊണ്ടുവന്നു. അടുത്ത നമ്മൾ രോ, ഓ ചിഹ്നം വന്നു കഴിഞ്ഞാലും യാ എന്ന അക്ഷരം ആഡ് ചെയ്യാന്ന് പറഞ്ഞു. ഇതെന്താ? കരഞ്ഞു. അടുത്തത് ഘ എന്ന് പറഞ്ഞാലോ ഖായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? തിന്നു. അടുത്തത് ജ, ഖായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? പോയി. പക്ഷെ ഇതൊരു എക്സെപ്ഷണൽ കേസാട്ടോ. ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. കാരണം എന്താ? ജാ വന്നപ്പോൾ ജായ എന്നല്ല ഗയാ എന്നാ വന്നത്. അതൊരു എക്സെപ്ഷണൽ കേസാണ്. അതങ്ങനെ പഠിക്കാം. ഇനി വേറൊരു സംഭവം കൂടെ ഉണ്ട്, എക്സെപ്ഷനാണ്. ഹോ എന്നതിന് 2 പാസ്റ്റ് ടെൻസ് ഉണ്ട്. അതായത് ഹോ എന്ന് പറയുന്നത് അതൊരു പ്രസന്റ് ടെൻസ് ആണ്. ഹോ എന്നത് ഹോയിനെ പാസ്റ്റിലേക്ക് ആക്കുമ്പോൾ ഹുവ എന്നും ധ എന്നും ഉണ്ട്. ഇത് രണ്ടിൻ്റെ മീനിങ് ഡിഫറെൻ്റ് ആട്ടോ. ഹുവ എന്ന് പറഞ്ഞാൽ ഉണ്ടായി, ധ എന്ന് പറഞ്ഞാൽ ആയിരുന്നു. ഇത് ഞാൻ ഇതിനു മുമ്പ് ക്രിയ പറഞ്ഞൊരു ക്ലാസ് ചെയ്തിരുന്നു. ആ ക്ലാസ് കണ്ടവർക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും. പക്ഷെ അത് കാണണമെന്നില്ല, ഇത് കണ്ടാലും നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. ആയിലും ഓയിലും അവസാനിക്കുന്ന ക്രിയയോട് കൂടി യാ ചേർക്കണം. അപ്പോൾ ആ എന്ന് പറഞ്ഞ ആയ വന്നു, ലാ വന്ന ലായ കൊണ്ടുവന്നു, രോ എന്ന് പറഞ്ഞ രോയ കരഞ്ഞു, ഗ എന്ന് പറഞ്ഞ ഗായ തിന്നു. പക്ഷെ ജാ വരുമ്പോൾ എന്ത് വരും? ജായ വരില്ല, ഗയ വരും, പോയി. ഹോയ്ക്ക് 2 മീനിങ്ങിൽ പാസ്റ്റ് ടെൻസ് വരും. ഹോ പ്രസൻ്റ് ആണ്, അതിന് 2 പാസ്റ്റ് ടെൻസ് ഉണ്ട്. ഒന്നാമത് ഹോ വന്നു കഴിഞ്ഞാൽ ഹുവ എന്നും വരാം. ഹുവ എന്ന് പറഞ്ഞാൽ ഉണ്ടായി എന്നുള്ള മീനിങ് ആണ്. ഹോയിൻ്റെ കൂടെ ധ വന്ന ആയിരുന്നു എന്നാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹോയ്ക്ക് 2 അർത്ഥമുണ്ട്. എന്ത്? ഓക്കെ അല്ലേ? ഉണ്ടായി ആയിരുന്നു എന്നതിൻ്റെ 2ൻ്റെയും പ്രസൻറ്റ് ഫോമാണ് എന്ത്? ഹോ. അത് ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത 2 സെക്ഷനും കൂടി ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് കഴിയും. ലെങ്ത് കൂടുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ എന്നാലും പെട്ടെന്ന് തീർക്കാം. സോ മൂന്നാമത്തെ കേസിലേക്ക് കടക്കാവേ. മൂന്നാമത്തെ കേസ് എന്താ? ഈയിലും ഏയിലും അവസാനിക്കുന്ന ക്രിയകളെ ഈലാക്കിയ ശേഷം ദാ ചേർത്താൽ എന്ത് കിട്ടും? ചേർത്താൽ കിട്ടും എന്ത്? സാമാന്യ ഭൂതകാൽ. നമുക്കൊന്നുകൂടെ ഒന്ന് എക്സാമ്പിൾ നോക്കാവേ. പി എന്നതിൻ്റെ പാസ്റ്റ് ആണിത് പിയ എന്ന് പറഞ്ഞെന്താ? കുടിച്ചു. അടുത്തത് ഥേ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് പിയ എന്ന് പറഞ്ഞാൽ തന്നു എന്നും മീനിങ് ഉണ്ട്, കൊടുത്തു എന്നും മീനിങ് ഉണ്ട് കേട്ടോ. 2 മീനിങ് ഉണ്ട്. ഇനി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയ എന്ന പാസ്റ്റ് ടെൻസ് വരും. അർത്ഥം തുന്നി എന്നാട്ടോ. അടുത്തത് ലോ വന്നു കഴിഞ്ഞാൽ എന്താക്കും? ലിയ എന്ന് വരും. അതിൻ്റെ മീനിങ് എന്താ? എടുത്തു. പക്ഷെ കുറച്ച് എക്സെപ്ഷൻ കേസ് ഉണ്ടേ. ഘേ എന്ന് പറഞ്ഞാൽ ഖേയ, അത് ഘിയ ആവില്ല. കാരണം എന്താ? എക്സെപ്ഷണൽ കേസാണ്. തുഴഞ്ഞു എന്നാണ് മീനിങ് വരുന്നത്. സോ എന്ന് പറഞ്ഞാൽ സോയാന്നാ വരിക, സിയാന്നൊന്നും വരുന്നില്ല. അതിൻ്റെ മീനിങ് അടയിരുന്നു എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി ഒരൊറ്റ ഒരു റൂളും കൂടി ഉള്ളൂ. അതായത് ഊ എന്ന് അവസാനിക്കുന്ന ക്രിയയെ ഹസ്യമാക്കി ആ ചേർത്താൽ എന്ത് കിട്ടും? സാമാന്യ ഭൂതകാൽ കിട്ടും. എക്സാമ്പിൾ പറഞ്ഞുതരാവേ. ചു എന്തായി? ചൂന് എന്താക്കാനാ പറഞ്ഞത്?
കൂട്ടി എഴുതാനും സെപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാവേ. ഷൂ പ്ലസ് ആ എന്നാക്കി എഴുതിക്കും. നമുക്ക് ഇത് കിട്ടും. ഇതിൻ്റെ അർത്ഥം എന്താ? തൊട്ടു എന്നാണ്. അപ്പൊ ഉ എന്ന അവസാനിക്കുന്ന ക്രിയയെ എന്താക്കി? ഇതിനെ നമ്മൾ എന്താക്കി? അതിൻ്റെ കൂടെ ആ എന്നതും കൂടെ ചേർത്ത് തൊട്ടു എന്ന മീനിങ്ങിലോട്ട് നമ്മൾ മാറ്റി. ഇതിപ്പോൾ പിടികിട്ടിയോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ ആണല്ലോ അല്ലേ? അടുത്തത് കുറച്ച് നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാൻ ഉണ്ട് എന്നറിയാം. എന്നാലും ഒരു ചെറിയ രീതി നമുക്കൊരു ചെറിയൊരു ബോക്സ് വരയ്ക്കാം. ക്രിയ, അതിനകത്ത് പുല്ലിംഗ് ഏകവചനാണിത്, പുല്ലിംഗ് ബഹുവചൻ. ഇതോ സ്ത്രീലിംഗ് ഏകവചൻ. ഇനി അടുത്തത് സ്ത്രീലിംഗ് ബഹുവചൻ. വളരെ ഷോർട്ട് ഫോമിലാണ്, ഞാൻ മലയാളത്തിലാണ് എഴുതിപ്പോയി, ഹിന്ദിയിൽ എഴുതുന്നുണ്ട്. അത് സ്പീഡ് കൂടാൻ വേണ്ടി മലയാളത്തിലാക്കിയതാണ്. കർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം? ചെയ്യുക. ലേ എന്താ? ദോ എന്താ? ദോ എന്ന് പറഞ്ഞാൽ കൊടുക്കുക, തന്നു എന്നൊക്കെയാണ്. പിയോ കുടിക്കുക. ജ പോവുക. ഹോ എന്താ? ഉണ്ടാവുക, ഉണ്ടായി, അങ്ങനത്തെ സംഭവങ്ങളാണേ. ചു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു, തൊടുക എന്നൊക്കെയുള്ള മീനിങ്. ഓക്കെ, ഇത് കറിനെ പുല്ലിംഗ ഏകവചനത്തിലേക്ക് ആക്കുമ്പോൾ എന്താകും? കിയ ആകും. ഇവിടെയോ ലിയ ആകും. ദോയോ ദിയ ആകും. എല്ലാത്തിനും ഒരു പാറ്റേൺ വരുന്നുണ്ട്. പിയോ പിയ എന്നാകും. ഇനി ജായോ ഗയ എന്നാകും. ഹോയോ ഹുവ എന്നാകും. ഇതോ ഷുവ എന്നാകും. ഓക്കെ ആണോ? ഇത് പുല്ലിംഗ ഏകവചനാണ്. ബാക്കിയുള്ളത് നമ്മളിത് തന്നെ എഴുതണം. എല്ലാത്തിനും നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഞാനിത് കുറച്ച് എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു എഴുതുന്നേ ഉള്ളൂ. പുല്ലിംഗ ബഹുവചനത്തിലാവുമ്പോൾ എന്താവും? കി കിയേ എന്നാകും. ഇവിടെയോ ലിയേ എന്നാകും. ഇവിടെയോ ദിയേ. ബഹുവചനം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു എങ്ങനെ വരും എന്ന്. സെയിം മാനറിൽ തന്നെയാണ് ബഹുവചനം വരുമ്പോൾ എ ചിഹ്നം വരുന്നു. കയേ എന്നാകും. ഇവിടെ ഇത് നിങ്ങൾ ഹുയേ എന്ന് നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടാകും. ആ ഹുയെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ചുവേ എന്ന് കണ്ടിട്ടുണ്ടാകും, ഹുയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇനി സ്ത്രീലിംഗ ഏകവചനത്തിലേക്ക് വരുമ്പോൾ ഉള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കണേ. ഇതാണ് ഡിഫറൻസ്. കി മതി, അതുപോലെ ലി മതി. ഇവിടെ ധീ, ഈ ധീ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് എങ്ങനെയാണ് വന്നതെന്ന് ഇപ്പം മനസ്സിലായോ? ഇപ്പം പി വന്നു, ഘയി എന്നായി. ഇവിടെയുള്ളതാണ് നിങ്ങൾ ശരിക്കും നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. ഹുയി കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇനി ഇത് നിങ്ങൾ അത്ര കണ്ടിട്ടുണ്ടാവില്ല, ഒരു എക്സാമ്പിൾ നിന്ന് വണ്ണം എഴുതിയതേ ഉള്ളൂ. ഇനി സ്ത്രീലിംഗ ബഹുവചനാണെങ്കിലോ ഓക്കെയാണോ? ഇവിടെ ഇതൊരു കുത്താണേ. ഓക്കെ, അടുത്തത് ലീക്കും സിമിലർ വേ, ദീക്കോ സിമിലർ വേ. ഇനി പി കുടിക്കുക എന്നുള്ളതിനോ ഗയിക്കോ ഹുയി. അടുത്തത് ഓക്കെ ആണോ? ഇത് പിടികിട്ടിയോ? അപ്പോൾ ഓരോ ക്രിയയും അതിൻ്റെ പുല്ലിംഗ ഏകവചൻ, പുല്ലിംഗ ബഹുവചൻ, സ്ത്രീലിംഗ ഏകവചൻ, സ്ത്രീലിംഗ ബഹുവചനാണ് നമ്മൾ നോക്കിയത്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയി. ഇതെല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, പക്ഷേ ഇത് ഇങ്ങനെയൊക്കെയാണ് വരിക എന്നത് പഠിച്ചു വെക്കുക. നിങ്ങളിങ്ങനെ ഹിന്ദിയിൽ വളരെ പ്രോ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ എഴുതുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. അല്ലാത്തവർ ഇത് ജസ്റ്റ് ഇങ്ങനെയൊക്കെ വരും എന്ന് പഠിച്ചു വെക്കുക, ജസ്റ്റ് ഒന്ന് കണ്ടുവെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഇനി കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാകും. ഇന്നത്തെ ക്ലാസ് കുറച്ചധികം എക്സ്റ്റെൻഡ് ആയി എന്നറിയാം, പക്ഷെ കുറച്ച് എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഉടനെ ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. എക്സാമ്പിൾസും കൂടെ മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾസ് നമുക്ക് രണ്ട് രീതിയിൽ തന്നെ ചെയ്തു പോവാം. അതായത് എക്സാമ്പിൾ നമുക്ക് അകർമ്മക ക്രിയയുടെ ആദ്യം ഒന്ന് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഒന്നാമത്തത്, മോഹൻ
സ്കൂൾ ഗയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മോഹൻ സ്കൂളിൽ പോയി. ഓക്കെ ആണല്ലോ? മോഹൻ സ്കൂളിൽ പോയി. നേഹ സ്കൂൾ ഗയി എന്ന് പറഞ്ഞാൽ നേഹ സ്കൂളിൽ പോയി. ഗയ ഗയി ആയത് കണ്ടോ? അടുത്തത് ഛാത്ര മൈതാൻ ഗയേ. ആൺകുട്ടികളാണ് അത്. ആൺകുട്ടികൾ എവിടെ പോയി? മൈതാനത്തിൽ പോയി. അടുത്തത് ലഡ്കിയോ ഗുഷ് ഹുയി. ഇവിടെ ഉണ്ടോ? ഹുയി എങ്ങനെയാ വന്നേന്ന് കണ്ടോ? മനസ്സിലായല്ലോ അല്ലേ? പെൺകുട്ടികൾ എന്തായി? സന്തോഷം, ഹാപ്പിയായി. ഓക്കെ, അടുത്തത് ഒരു എക്സാമ്പിളും കൂടെ നോക്കി പോകാതെ. പിതാജി അതായത് എന്താ? അച്ഛൻ. പുല്ലിംഗ ഏകവചനാണേ. കൽ ആയേ. എപ്പോ വന്നു? അച്ഛൻ ഇന്നലെ വന്നു. കൽ എന്ന് പറഞ്ഞ ഇന്നലെയാണേ. അപ്പൊ ഇത് മനസ്സിലായോ? അകർമ്മക ക്രിയയുടെ എക്സാമ്പിൾ വരുന്നത്. അതായത് നേ വരില്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സകർമ്മക ക്രിയയുടെയാണ്. അവിടെ എന്ത് വരും? നേ വരും. ഒന്നാമത്തെ എക്സാമ്പിൾ നമുക്ക് പോവാം. अध्यापिका ने रमा को बुलाയ. നീക്ക് മീനിങ്ങുകൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൻ്റെ അർത്ഥം എന്താ? ടീച്ചർ എന്ത് ചെയ്തു? രമയെ വിളിച്ചു. മീനിങ് എഴുതണോ? എഴുതി. ടീച്ചർ രമയെ വിളിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ അകർമ്മക ക്രിയയിൽ പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സകർമ്മക ക്രിയ അകർമ്മക ക്രിയയിലെ ഡിഫറൻസ് അതാണ്. നിങ്ങൾ പറ്റുന്നവരൊക്കെ നിങ്ങൾ ആ മറ്റേ പഴയ ക്ലാസ് ഒന്ന് പോയി കാണാൻ ശ്രദ്ധിക്കുക. കാരണം അതിനകത്ത് നമ്മൾ കുറേ കൂടെ നന്നായി ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്ത് നെയ്യിനെ കുറിച്ച് കേട്ടോ. അപ്പോൾ സകർമ്മക ക്രിയ എന്ന് പറയുമ്പോൾ ക്രിയയുടെ ഫലം കർത്താവിലായിരിക്കുമ്പോൾ അത്തരം ക്രിയകൾ, അതായത് എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കർമ്മമുണ്ട്, കർത്താവുണ്ട്, ക്രിയയുണ്ട്, കർമ്മമുണ്ട്. പക്ഷെ എന്താ? ക്രിയയോട് ആരെ, എന്തിനെ, എന്ത് എന്നൊക്കെ ചോദിച്ചാൽ എന്തുണ്ടാവും? ഉത്തരം ഉണ്ട്. അതേസമയം അകർമ്മക ക്രിയയ്ക്ക് ഉത്തരം ഉണ്ടോ? ഇല്ല. മോൻ സ്കൂളിൽ പോയി. എന്തിനു പോയി? ഒന്നും അറിയില്ല. എങ്ങനെ പോയി? അതുമില്ല. ഛാത്ര മൈതാൻ ഗയ. എന്തിനാ പോയെ? കളിക്കാൻ പോയി എന്ന് പറഞ്ഞ് കളിക്കാൻ പോയി എന്ന് അതാണ് എന്ത്? കർമ്മം. അതിവിടെ ആഡ് ചെയ്തിട്ടില്ല. അപ്പം മനസ്സിലായോ? ഓക്കെ. ടീച്ചർ രമയെ വിളിച്ചു. ടീച്ചർ ആരെ വിളിച്ചു? രമയെ. അപ്പോൾ ആര് വിളിച്ചു? ടീച്ചർ വിളിച്ചു. ആരെ വിളിച്ചു? രമയെ വിളിച്ചു. അങ്ങനത്തെ കുറച്ചധികം ആരെ, എന്ത്, എന്തിന്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കൃത്യമായി ഉണ്ടെങ്കിൽ അതാണെന്ത്? അകർമ്മക ക്രിയ, സകർമ്മക ക്രിയ. പക്ഷെ നിങ്ങൾ അത്രയും കാട് കയറി ചിന്തിച്ചുകൊണ്ട് എന്തുണ്ട്? കർമ്മമുണ്ട്, ക്രിയയുണ്ട്, അതുപോലെ തന്നെ കർത്താവും ഉണ്ട്, എല്ലാം ഉണ്ടാവും. അടുത്ത എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്ക് കുറച്ചധികം എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ നന്നായി മനസ്സിലാകും. മോഹൻ ने ഹിന്ദി പഠി. മോഹൻ എന്നുള്ള പെണ്ണാണെന്ന് തോന്നുന്നു. മോഹൻ എന്ത് ചെയ്തു? മോഹിനി ആക്കാം. അല്ല, മോഹനി ആയിപ്പോയോ? ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. എന്താ? ഹിന്ദി പഠിച്ചു. ആരാണേലും ആളെന്ത് ചെയ്തു? ഹിന്ദി പഠിച്ചു. അടുത്തത് നേഹാനെ. നേഹ എന്ത് ചെയ്തു? പാഠ് പഠാ. എന്ത് പഠിച്ചു? ഏതോ ഒരു പാഠം പഠിച്ചു. അടുത്തത് അധ്യാപക. അധ്യാപകൻ എന്ത് ചെയ്തു? അധ്യാപകനെ ഹിന്ദി സിഖായി. എന്ത് ചെയ്തു? അധ്യാപകൻ ഹിന്ദി പഠിപ്പിച്ചു. അഞ്ചാമത്തത് ഉനോനെ
കഹാനിയോ സുനായി. അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം കഥകൾ പറഞ്ഞു. ഉനോനെ അദ്ദേഹം, കഹാനിയോ കഥകൾ, സുനായി പറഞ്ഞു. ഓക്കെ ആണല്ലോ. അടുത്തത് പോലീസ്. പോലീസ് എന്താ? പോലീസ്. പോലീസിനെ ചാരയല്ല ചോർ. ചാർന്നാ ഞാൻ എഴുതാൻ വന്നേ. ഓക്കെ, ചോർ. ചോർ എന്ന് പറഞ്ഞാൽ എന്താ? കള്ളൻ. കോ പക്കട്ട. എന്ത് ചെയ്തു? കള്ളനെ പിടിച്ചു. ആര്? പോലീസ്. പോലീസ് കള്ളനെ പിടിച്ചു. ചോർക്കോ ഇതാ. അപ്പൊ എന്താണ്? ഭൂതകാലത്തിൽ ക്രിയ സകർമ്മകമാണെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിനോടുകൂടി നെ ചേർക്കണം. ഇനി കർമ്മത്തിന്റെ ലിംഗവചനം അനുസരിച്ച് എന്ത് ചെയ്യണം? ക്രിയ പ്രയോഗിക്കുകയും വേണം. അപ്പൊ രണ്ട് കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? ഭൂതകാലത്തിൽ ക്രിയ സകർമ്മകമാണെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിനോടുകൂടി നെ ചേർക്കണം. അതുപോലെ തന്നെ കർമ്മത്തിന്റെ ലിംഗവചനം അനുസരിച്ച് ക്രിയ പ്രയോഗിക്കുകയും വേണം. അപ്പൊ ക്രിയയിൽ മാറ്റം വരുത്തണം. നെ വേണ്ടടുത്ത് നെയും ചേർക്കണം. ഇപ്പൊ മനസ്സിലായോ? ഇത്രയും ആയിക്കഴിഞ്ഞാൽ എന്തായി? സാമാന്യ ഭൂതകാൽ കഴിഞ്ഞു കേട്ടോ. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലാകാത്തവർ ഒന്നും കൂടി ഇത് നന്നായി കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ കുറച്ചധികം ക്ലാസ്സുകൾ എടുത്തു പോയി. ഈ ഒരു ഭൂതകാലം സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ്. അടുത്ത ക്ലാസ്സുകൾ വളരെ നമുക്ക് കുറച്ചും കൂടെ ടൈം മാനേജ് ചെയ്യാൻ സാധിക്കും. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പഠിക്കാൻ പറ്റുന്നവരൊക്കെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതാവും ഇനി ഞാൻ തുടർന്ന് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായി കിട്ടുകയും ചെയ്യും. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്കിനി അടുത്തൊരു ക്ലാസ്സുമായിട്ട് നാളെ കാണാം. So thank you for watching.